മണ്ടത്തരമായിട്ടുള്ള ലൈഫ് ഡിസിഷൻ ആ പെങ്കൊച്ചിനെ പ്രേമിച്ചെന്നുള്ളതായിരുന്നു. ഞാൻ അവളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കറിയാം നീ ഇത് കാണുമെന്ന്, നീ ഇത് കാണണം. ആ പെങ്കൊച്ചിനെ കാണാൻ അവളുടെ ക്ലാസ് ഇരിക്കാൻ വേണ്ടി മാത്രം കൊമേഴ്സ് എടുത്തൊരു മനുഷ്യനായി. ഇങ്ങോട്ടേക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നില്ല, എന്നെ എല്ലാവരും ബ്രോന്ന് വിളിക്കുന്നത്. ഈ ബ്രോന്ന് വിളിച്ചൊരു പെങ്കൊച്ച് മെസ്സേജ് അയച്ചത് എന്ത് മറുപടി പറയാൻ അതിനോടൊക്കെ. ഞാൻ ഒരു മനുഷ്യനെ ഉപദേശിക്കാറില്ല, വേണ്ടത് ചെയ്യുക, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നൊരു സ്കീം എനിക്കുള്ളത്. ഈ ലക്ഷൂറിയസ് ലിവിംഗ് എന്ന് കുറച്ച് ബ്രോ പറഞ്ഞു അങ്ങനത്തെ 5 സ്റ്റാർ ആ സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. ഞാൻ താഴെ തട്ടി നിന്ന് വന്ന ഒരാളാണ്. ചാവാൻ താല്പര്യമില്ല ഇവിടെ എന്തായാലും, കാറാകുമ്പോൾ റിസ്ക് കുറവല്ലേ. കാരണം ഇവിടുന്ന് ചാവാൻ എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ട്. തിരിച്ച് അവിടെ തിരിച്ചത്താ ഓക്കെയാ, കാരണം ഡോഗ്സിന് ഡെത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വെച്ച ഡോഗ്സിന് മനസ്സിലാവും. യെസ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അവന്മാരോട് അത് പറ്റില്ല. എന്റെ ബോഡി കാണണം. ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് ഡോഗ്സിന്. അത് ഭയങ്കര കമ്മിറ്റ്മെന്റാ. എനിക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രമാണ്. കംപ്ലീറ്റ്ലി എനിക്കൊരു മനുഷ്യന് വിശ്വാസമില്ല, കളഞ്ഞിട്ട് പോകും. അതുകൊണ്ടാണ് വിശ്വാസമുള്ള 3 പേര് എൻ്റെ കൂടെ ഉള്ളൂ, റോളക്സ്, ലിയോ, ഭീകരൻ. ഇതല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമുള്ള ആരും എൻ്റെ കൂടെ ഇല്ല. ആൾക്കാരല്ലേ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ആകുമ്പോൾ നമ്മളെ പട്ടി വരാതിട്ട് പോകും. സിനിമ എങ്ങനെ? സിനിമ ഇഷ്ടമാണ്. സിനിമയിലൊക്കെ ആരെങ്കിലും ഒരു ചാൻസ് അഭിനയിക്കാം, വല്ല സൈക്കോ കില്ലർ ലുക്കിലൊക്കെ അഭിനയിച്ച് തന്നിട്ട് പോവാ. ഈ ജെയിംസ് ബോണ്ട് ഡാഷ് മാർട്ടി മേടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ശ്രീലങ്കയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ശ്രീലങ്കയിൽ പോയൊരു ബിസിനസ് ചെയ്ത് നമ്മൾ കള്ളക്കടത്തുകാരനാവും. ആ പണ്ടത്തെ ആൾക്കാരെ എൻ്റെ മറ്റേ കുടുംബക്കാരൊക്കെ വിചാരം ഞാൻ അവിടെ സ്മഗിൾ ചെയ്യാൻ തരുന്നു. ഏറ്റവും അധികം മണ്ടത്തരായെന്ന് തോന്നിയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയും ഏറ്റവും അധികം വർക്ക്ഔട്ട് ആയെന്ന് തോന്നിയിട്ടുള്ള ബിസിനസ് ഐഡിയ എന്താ? മണ്ടത്തരമായ ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മണ്ടത്തരം ഒരിക്കലും ആകത്തില്ല, നമ്മൾ പ്ലാൻ ചെയ്തല്ലേ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. സിനിമ എങ്ങനെയാ? സിനിമ ഇഷ്ടമാണ്. സിനിമയിലൊക്കെ ആരെങ്കിലും ഒരു ചാൻസ് അഭിനയിക്കാം, വല്ല സൈക്കോ കില്ലർ ലുക്കിലൊക്കെ അഭിനയിച്ച് തന്നിട്ട് പോവാ. സിനിമ താല്പര്യമാണ്, കാണാൻ ഇഷ്ടമാണ്. അഭിനയിക്കാനൊന്നും താല്പര്യമില്ല, അറിയത്തില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാനാ. ഓ, തുടരും കണ്ടോ? ഇല്ല, കാണണോ? തുടരും ടിക്കറ്റ് കിട്ടണ്ടേ? എവിടെ ടിക്കറ്റ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വാച്ച് ചെയ്തിട്ടുള്ള സിനിമ ഏതാ? വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്. നല്ല സിനിമയല്ലേ. അവൻ പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു ബ്രോ, ഇത് കൺവിൻസിങ് ഇസ് എൻ ആർട്ട്. സെയിൽസിൽ അത് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ എന്ന് പറഞ്ഞ് കള്ളത്തരം പറയരുത്, ഉള്ള കാര്യം പറഞ്ഞ് സെല്ല് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് സൈഡ്. കള്ളം പറഞ്ഞാൽ പൊളിയും. നമ്മൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികകാലം ഒന്നും മുന്നോട്ട് പോകത്തില്ല, എന്തായാലും ഒരു പോയിന്റ് വീഴും. അപ്പോൾ എത്തിക്സ് കീപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറെ കൂടെ മുന്നോട്ട് ഈസി ആയിരിക്കും. ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് പാളാനൊന്നുമില്ല. നീ ഒന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്ന് പറയാനൊരു സാഹചര്യം ഇല്ലല്ലോ. ഞാനൊന്ന് കറക്റ്റാണ് പറഞ്ഞത് എന്ന് പറയാനുള്ള സാഹചര്യമല്ലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ UK ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ട് അവിടെ. കാരണം അവർക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവുമല്ലോ. അവിടെ 9 to 5 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കാണ്. ബ്രോയ്ക്ക് ഇച്ചിരി ഈസി ആയിരിക്കില്ല. ഇവിടെയൊക്കെ കൊച്ചി ലൈഫ് ചില്ലടിച്ച് പോവല്ലേ. അവിടെ 9 to 5 എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ടാസ്കാണ്. കാരണം പിറ്റേ ദിവസം അതേപോലെ റിപ്പീറ്റ് ചെയ്യണം. രാവിലെ നമുക്കൊന്ന് ചില്ല് ചെയ്യാനോ ലൈഫ് ചെയ്യാനോ ഒന്ന് പുറത്തിറങ്ങാനോ ഈ 9 to 5 കൊണ്ടൊന്നും പറ്റില്ല. അവിടെ 9 to 5 ഇല്ലൊന്നും. അതെ 12 hours ഷിഫ്റ്റ് ഒക്കെ ആയിരുന്നത്. രാവിലെ 8 മണിക്ക് വരെ, രാത്രി 8 മണി വരെ. പിന്നെ ഇരുട്ടിയില്ലേ, എന്ത് കാണിക്കാനാ? ഒന്ന് ഫുഡ് ഉണ്ടാക്കി കിടന്ന് ഉറങ്ങുന്ന ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം നല്ല നല്ല മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഫുഡ് ട്രക്കായിട്ട് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. റെസ്റ്റോറൻറ്റ്സ്. UK പോയിട്ട് പിന്നെ ആ സമയത്തൊക്കെ ആളുകൾ പ്രശ്നങ്ങൾ നേരിട്ടില്ല. ഈ റേസിസത്തിനെ പറ്റിയിട്ടൊക്കെ പറയുമായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ശരിക്കും UK ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഈ റേസിസം ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇത് കണ്ടത്. ഈ റേസിസം പറയുന്ന ആൾക്കാർ മൈൻഡിലുണ്ടാവും, ഉണ്ടാകുന്നല്ല, മൈൻഡിലുണ്ടാവാം. അത് പറയുന്ന ആൾക്കാർ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഗ്രോത്ത്. നമ്മൾ ഒരു ഡെവലപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മോശം കൂട്ടുകെട്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മോശമായിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഇല ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഇലയൊക്കെ ചീഞ്ഞ് തുടങ്ങുമല്ലോ ഒരു മൂലയ്ക്ക് വന്ന്. അപ്പം നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ്. അപ്പം ഞാൻ കൂടിയിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ സമയമില്ല. എന്നെ നോക്കിയിട്ട് നീ ഇന്ത്യക്കാരനല്ലേടാ, നീ കർമ്മനാണെന്ന് പറയാനുള്ള സമയം അവർക്കില്ല. അവർക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണം, നമുക്കൊരു ഐഡിയ പറഞ്ഞു തരും, നമ്മൾ അവരോട് ഡെവലപ്പ് ആകുമെന്നുള്ളൂ. റേസിസം ഉണ്ട്, താഴെ തട്ടിലുണ്ടാവും, മേലെ തട്ടിലുണ്ടാവും, ഇടയ്ക്കും ഉണ്ടാവും. അത് നമ്മൾ കേൾക്കാനുള്ള സമയമുള്ള ആൾക്കാരോട് കൂടിയാൽ മതി. അത് പറയാൻ സമയമില്ലാത്ത ആൾക്കാരോട് കൂടി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകില്ല. അല്ലെങ്കിൽ രാത്രി മറ്റേ കള്ളും കുടിച്ച് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരുന്നാൽ പോരെ. എന്തിനായി രാത്രി അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് ആവശ്യം? നമ്മൾ
ഡെവലപ്മെന്റ് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ചാൽ മതി. നമ്മൾ കൂടെ നടക്കുന്ന ആളുകളുടെ ആവറേജ് ആയിരിക്കും നമ്മൾ, ആ തിയറിയിൽ വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്, അതിലെന്താ സംശയം. നമ്മുടെ നാളെ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ കൂട്ടുകെട്ട് നശിപ്പിക്കുന്നത്, ചിലപ്പോൾ കൂട്ടുകെട്ട് നമ്മളായിരിക്കും നശിപ്പിക്കുന്നത്, അത് വേറെ കാര്യം. കൂട്ടുകെട്ട് ആ കൂട്ടുകെട്ട് മൊത്തം കൊളാക്കുന്നത് നമ്മളായിരിക്കും. അതായത് മര്യാദക്ക് നടക്കുന്ന പിള്ളേരെ പിടിച്ച് പഴപ്പിക്കുന്ന സെറ്റപ്പാ. ഞാനങ്ങനെയായിരുന്നു. അത് ഭയങ്കര ഞാനെല്ലാവരും ആ ഒരു സ്കീമില് നശിപ്പിച്ച് കിടക്കുന്ന ഒരു മനുഷ്യരായിരുന്നു. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ളവരെ പൊക്കും. അത് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള എല്ലാവരും, എന്റെ കൂടെ താഴെ തട്ടി തുടങ്ങിയ പലരും ഇന്ന് നല്ല ഒരു പൊസിഷനിൽ കമ്പനിയിൽ ഇരിപ്പുണ്ട്. അല്ല, ഞാൻ കുറച്ച് കൗതുകം കൊണ്ട് ചോദിക്കുക, ഈ ഉയരാൻ വേണ്ടിയിട്ടുള്ള ടീമില്ലേ, അതിനെങ്ങനെ സെലക്ട് ചെയ്ത് അതിലേക്ക് എങ്ങനെ എത്തി? ഇവിടെ ഇപ്പം എത്രയാ, ഒരു ചെറിയ പയ്യനുണ്ട് എൻ്റെ കൂടെ. അവന് 10-20 വയസ്സേ ഉള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞ അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന എങ്ങനെയാ, കമ്മ്യൂണിക്കേഷൻ അവിടെ പോയി പഠിക്കുന്നത്. അവൻ എന്നെ കണ്ട് എന്റെ കൂടെ നടന്ന് പഠിച്ചാൽ മതി, അത് അവന്റെ ആവശ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഭവമൊന്നുമല്ല, എന്റെ കൂടെ നടന്ന് പഠിച്ചിട്ട് അങ്ങനെ ആനക്കാര്യം പഠിക്കാനൊന്നുമില്ല. പക്ഷെ അവന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഇന്ന് പഠിച്ച് അവന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള ആ ഒരു ഡെവലപ്മെന്റോട് ഞാൻ കൂട്ടില്ല. പിന്നെ ഞാൻ കൂടെ പിന്നെ ഡെഫിനറ്റ്ലി അവനോട് ഇരിപ്പുണ്ട്. പിന്നെ ഒരാൾ എൻ്റെ കൂടെ ഉള്ളത് 10-26 കൊല്ലമായിട്ട് ഫ്രണ്ടാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരനാ. അവനോട് നിലമ്പൂരോട്ടെ പിന്നെ നിലമ്പൂര് വീട്ടില് നമ്മള് ഏകദേശം ഒരു ഡിസ്റ്റൻസ് റിലേഷൻ ആയി, എവിടെയോ ഒരു തുമ്മിത്തുറച്ച് ബന്ധമുണ്ട്. ബട്ട് ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്, ഫുൾ ടൈം കൂടെയാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. പുള്ളിയാണെന്ന് എൻ്റെ കാര്യങ്ങൾ, ഫൈനാൻസ്, വീട്, ഇതെല്ലാം മാനേജ് ചെയ്ത് നടക്കുന്നത്. ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട് വിശ്വസിക്കാം, കുറെയൊക്കെ വിശ്വസിക്കാം, ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കരുത്. എന്നാലും നമുക്കൊരു 90% ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന ഒരു സ്കീമുള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. ഈ മുഴുവനായിട്ട് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലേ? കംപ്ലീറ്റ്ലി എനിക്കൊരു മനുഷ്യന് വിശ്വാസമില്ല, കളഞ്ഞിട്ട് പോകും. അതുകൊണ്ടാണ് വിശ്വാസമുള്ള 3 പേര് എൻ്റെ കൂടെ ഉള്ളൂ, റോളക്സ്, ലിയോ, ഭീകരൻ. ഇതല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമുള്ള ആരും എൻ്റെ കൂടെ ഇല്ല. കളഞ്ഞിട്ട് പോകും. ആൾക്കാരല്ലേ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ആകുമ്പോൾ നമ്മളെ പട്ടി വരാതിട്ട് പോകും, മനസ്സിലായി? അത് ഉറപ്പായിട്ടും പോകും. നമുക്ക് നമ്മളിപ്പോ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പൊ ഞാനീ പറയുന്ന എന്റെ ഫ്രണ്ട് ചിലപ്പോൾ പോകത്തില്ലായിരിക്കും കേട്ടോ, കാരണം പുള്ളിക്ക് നല്ലൊരു സെറ്റപ്പിലാ പുള്ളി പോകുന്നത്. ഞാനീ പറഞ്ഞ പയ്യൻ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ആവത്തില്ലേ, ഒരു കാര്യങ്ങൾ അറിയണ്ടേ, നമ്മൾ എന്തിനാ പിടിച്ചു വെക്കുന്നേ? ലെറ്റ് ഹിം ഗോ ഡെവലപ്പ്. ആ ഒരു സ്കീമില് എല്ലാരും പോവും, നമ്മളാരും നിൽക്കത്തില്ല. ഡിറ്റാച്ച്മെന്റ് ഇല്ലേ, അവര് പോവും ഇവര് വരും, ആ സാധനല്ലേ കുറച്ചുകൂടെ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് ആയിട്ടാ തോന്നുന്നത്. ഈ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഉണ്ടല്ലോ, ഇത് എങ്ങനെ ഡെവലപ്പായി വന്നത്? ആൾക്കാർ കളഞ്ഞിട്ട് പോയി തുടങ്ങിയപ്പോ. ഒരാള് പോയി കഴിഞ്ഞാ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രേമം തേച്ചിട്ട് പോയതാ, അവിടെ തുടങ്ങിയത് നമുക്ക് പോകുമ്പോ എങ്ങനെ പോകുന്നു മനസ്സിലാവാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല ഇതുവരെ ഇല്ല. അപ്പൊ പിന്നെ ഇഷ്ടമൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഒരാളെ കാണുമ്പോ നമുക്ക് ഉറപ്പായിട്ട് തോന്നും നല്ലതാണല്ലോ, കാണാൻ കൊള്ളാലോ, ഇഷ്ടമുണ്ട്, അതൊക്കെ തോന്നും. അവിടെ ഒന്നും പോയി ഞാൻ പറയൊന്നുമില്ല, അവിടെ പോയി പറയുക ഒന്നാമത് നമ്മളെ കണ്ടാ ഇഷ്ടപ്പെടാതെ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിനി പോയിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് ആയി യൂണിക്നെസ് ഇല്ല അനുവിന്. ഏതാ അനുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല ഒരിക്കലും. അനുവിന് ഒരു ലുക്കുണ്ട്, മറക്കാത്ത ലുക്ക്. അത് ഒരു നല്ല ലുക്ക് അല്ല, നല്ല ലുക്കാണ് ശരിക്കും, നല്ല ലുക്കാണ്. മോർഗൻ ഫ്രീമാൻ അല്ലേ പുള്ളി? അതിഭീകര സുന്ദരനല്ലല്ലോ, പക്ഷെ മോർഗൻ ഫ്രീമാൻ ഒരു വട്ടം കണ്ടാൽ നമ്മള് മറക്കില്ല അയാളെ. പുള്ളിയുടെ സൗണ്ട് എങ്ങനെയുണ്ട്? പുള്ളിയുടെ സൗണ്ടാ മറക്കാം ഒരു പരിധി വരെ, ശരിയാ. അപ്പൊ അതുപോലെ അൻവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ എന്ന് പറയുന്നത് മറ്റേ പട്ടികളെ നിർബന്ധിച്ചിട്ട് ആ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് 3 പേർക്കും കുളിക്കാൻ 3 രീതികളാണെന്നുള്ള അറിയില്ല. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല. അതിനുശേഷം ഞാൻ അൻവിനെ മറന്നിട്ട് തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇത്ര ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ മറന്നു പോകില്ല അവരെ, ഒരു പോയിന്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ ഫീഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാനത് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ തോന്നില്ലേ, മനുഷ്യന്മാരല്ലേ, ഇപ്പൊ കമ്പാനിയൻഷിപ്പ് അങ്ങനെ ആലോചിക്കില്ലേ? താല്പര്യമില്ല ബ്രോ. അത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാവരും പോകും, ഒരു പോയിന്റ് കഴിയുമ്പോൾ അങ്ങനെ അധികം ആരും നിൽക്കാനൊന്നും പോകില്ല. നമ്മള് എനിക്കിപ്പോ എന്റെ ഈ ലൈഫ് ഞാൻ നല്ല ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ലൈഫ് ഭയങ്കര സ്മൂത്താ. എനിക്ക് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കൂടെ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് വണ്ടികളുണ്ട്, ഞങ്ങള് സൗകര്യമുള്ളപ്പോൾ പുറത്തു പോകും, സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വരും. ആ ഒരു ലിവിങ്. ഇതിനുള്ളിലോട്ട് ഒരാൾ വരുന്നു, അവരിതെല്ലാം കൂടെ കഷ്ടപ്പെട്ട് അഡാപ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഡാപ്റ്റ് ആവാൻ പറ്റാതിരിക്കുന്നു. ഈ പറ്റാതിരിക്കുമ്പോൾ പോവല്ലോ. അപ്പൊ ഞാൻ എന്തിനാണ് എന്റെ ലൈഫിലോട്ട് വേറൊരു എക്സ്ട്രാ പാർട്ട് കയറ്റി വെച്ചിട്ട് അത് അഡാപ്റ്റ് ആവുക? ഒരു പസിൽ നമ്മൾ മാച്ച് ആവാത്ത ഒരു പസിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഈ +2 കാര്യ കാരണം കുറച്ച് സ്ത്രീ വിരോധി ആയിട്ടുണ്ടല്ലേ? ഐ നോ യു വാച്ചിങ്. പിന്നെ ഇവരെവിടെ എന്താ ചെയ്യാ അന്വേഷിച്ചു പോയിട്ടുണ്ട്? എല്ലാം അറിയാം. അപ്പൊ നിങ്ങളോട് നല്ലൊരു കാമുകൻ ഉണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, മുടി പോയപ്പോ പോയതാ. മുടി പോയപ്പോ പെണ്ണും പോയി, പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല. അത് ഭയങ്കര ഒരു കാര്യം കേട്ടോ. എങ്ങനെ പോയാലും നമ്മൾ അവരെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കും.
ഇരിക്കും. പിന്നെ നമ്മൾ ആമ്പിള്ളേരല്ലേ. വിനീത് ശ്രീനിവാസൻ ഒരു കാര്യം പറയില്ലേ, മറ്റേ വീട് വാടകയ്ക്ക് കൊടുക്കണ പോലെയാന്ന്. നമ്മുടെ സ്വന്തം വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് മാറിയോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമല്ലോ. അല്ലല്ലേ, നമ്മള് പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റഡ് അഡ്വഞ്ചറസ് ലവ് ആയിരുന്നു അൻവിൻ. അതൊക്കെ പറഞ്ഞ മോശമായി പോകത്തില്ലേ? അല്ല, ഭയങ്കര ആത്മാർത്ഥതയുള്ള. പിന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ടല്ലേ അവള് പോയപ്പോ വിഷമമായത്. അതുകൊണ്ടല്ലേ പ്രേമിക്കാതെ നടക്കുന്നത്. അതൊക്കെ ആത്മാർത്ഥയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല കേട്ടോ. കല്യാണം കഴിക്കലുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞു എപ്പോഴേലൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോ നാളെ ഇപ്പൊ നല്ലൊരാൾ വന്ന് ഞാൻ ഈ പറഞ്ഞ ലൈഫിലോട്ട് ഒരാൾ ഫിറ്റ് ആയി പെർഫെക്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ഷുഡ് ഐ സേ നോ, അതൊന്നും ചെയ്യില്ല. എന്ന് പറഞ്ഞ ഞാനൊരു കല്യാണ വിരോധിയൊന്നും അല്ല. പ്രേമിക്കാൻ താല്പര്യമില്ല, പ്രേമിച്ച് നടന്ന് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നടക്കുവോ ഇല്ലയോ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും എനിക്കില്ല. അത് കൊള്ളാം. ഇതിനാ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നല്ലത് എപ്പോഴേലൊക്കെ. പക്ഷെ അവിടെ അങ്ങനെ ഒരു ഭയങ്കര ഒരു സംസ്കാരം തന്നെ ഉണ്ടല്ലോ, ആളുകളെ മീറ്റ് ചെയ്യുന്നു, ഡേറ്റ് ചെയ്യുന്നു, മറ്റേ ലിവിങ് ടുഗദർ നടത്തുന്നു, അങ്ങനെ അതൊക്കെ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അതെ, ഈ മീറ്റ് ചെയ്യാനും ഡേറ്റ് ചെയ്യാനും ലിവിങ് ടുഗദർ ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടേ? ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് പോയാലല്ലേ ഈ പ്രശ്നമുള്ളൂ. പോകുന്നില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കുറെയൊക്കെ മെസ്സേജ് വരും, ഇങ്ങോട്ടേക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുന്നില്ല. എന്നെ എല്ലാരും ബ്രോന്ന് വിളിക്കുന്നത്. ഈ ബ്രോന്ന് വിളിച്ചിട്ട് പെങ്കൊച്ച് മെസ്സേജ് എന്ത് മറുപടി പറയാൻ അതിനോടൊക്കെ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരാളോട്. പിന്നെ അങ്ങനെ ഒരു ലൈഫ് വേണമെന്നോ നമുക്ക് ഇഷ്ടപ്പെട്ട് നടക്കണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും പിന്നെ തോന്നിയിട്ടില്ല. ഒരു രീതിയിൽ ആ കുട്ടിയപ്പോ കുറച്ച് ഭാഗ്യവാദിയാ. ഏത് കുട്ടി? ആ വസ്തു കുട്ടി. നല്ല ഭാഗ്യതയായിരിക്കും. ഒഴിഞ്ഞു പോയല്ലോ. വീഡിയോ ഗെയിംസ് ഒരു പ്രധാന ഏരിയ എന്ന് തോന്നിയിട്ടുണ്ട് ഒരു ദിവസത്തില്. അതിന് വേണ്ടിട്ട് തന്നെ ഭയങ്കര OCD ഉണ്ടോ? പക്ഷെ ഗെയിംസിന്റെ കാര്യത്തിലുണ്ട്. ഗെയിംസിന്റെ കാര്യത്തിലുണ്ട്. ഗെയിമിംഗ് റൂം സെറ്റപ്പില് ഇച്ചിരി വൃത്തി ആവശ്യമാണ്. അത് വെച്ചിട്ട് OCD എന്നൊക്കെ പറഞ്ഞ വലിയ ടേം അല്ലേ, വൃത്തിയാക്കി വെക്കും, അത്രേ ഉള്ളൂ. ക്ലെൻലിനെസ് ഉണ്ട്. അപ്പം അതിനോട് കാണിക്കുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് കാണുമ്പോൾ നമുക്ക് ആ ഗെയിമറുടെ ഒരു മൊത്തത്തിലുള്ള പ്രീവിയസ് ഹിസ്റ്ററി അറിയാൻ താല്പര്യമുണ്ട്. എവിടെന്നാ ഈ വീഡിയോ ഗെയിംസിനോട് ഇഷ്ടം തുടങ്ങുന്നത്? ചെറുപ്പകാലം തൊട്ട്. അതെനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ള സംഭവം. നമ്മള് അതായത് TV കണക്ട് ചെയ്തിട്ട് നമ്മള് ജിപ്പൊക്കെ കുത്തി കീബോർഡൊക്കെ കണക്ട് ചെയ്ത് അവിടെ തുടങ്ങിയ പരിപാടി. അന്ന് കളിച്ചിരുന്ന കോൺട്ര. അത് നമ്മൾ ആരെ കളിക്കാതെ, നമ്മളെല്ലാരും കളിച്ചിട്ടുള്ള ഗെയിം ആയിരിക്കില്ലേ കോൺട്ര. അവിടെ നിന്ന് ഇവോൾവ് ചെയ്ത് ഇവിടെ ഈ ഒരു ഇപ്പം ഞാൻ അങ്ങനെ ഗെയിമർ പ്രൊഫഷണൽ ഗെയിമർ ഒന്നുമില്ല. പക്ഷെ എനിക്ക് സന്തോഷമുള്ള സംഭവം അത്. ഗെയിം കളിച്ച ടൈം സ്പെൻഡ് ചെയ്യാൻ ഗെയിമിന്റെ കൂടുതൽ ഇരുന്ന് ഞാനിങ്ങനെ ഒരു ആർക്കേഡ് ഗെയിം ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഗെയിം ഒക്കെ എടുത്ത് അത് ഫുള്ളി ഇരുന്ന് ഫിനിഷ് ചെയ്ത് അടുത്ത ഗെയിം പർച്ചേസ് ചെയ്ത് അതും കളിച്ചിരുന്ന് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അതിനൊന്നും എനിക്ക് സമയവും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. വേറെ രാവിലെ 6 മണിക്ക് എണ്ണിച്ചിരുന്ന ഗെയിം കളിച്ചു കൊടുക്കാം. അതൊക്കെ എനിക്ക് ഈസിയാ. വൈസ് സിറ്റി കാലഘട്ടം ഉണ്ടായിരുന്നോ? ഏതാ? GTA വൈസ് സിറ്റി. പിന്നെ അതൊക്കെ കമ്പ്യൂട്ടറിലുള്ള സമയമല്ലേ വൈസ് സിറ്റി എന്നുള്ളത്. അത് കഴിഞ്ഞ് സാൻ ആൻഡ്രിയാസ് വന്നു, GTA 5 വന്നു, ഇപ്പൊ 6 വരാൻ പോകുന്നു. ഗെയിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗെയിംസ്, ഡോഗ്സ്, കാസ്, ഇതാണ് എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് ലൈഫിൽ എന്തുള്ളൂ. ഏറ്റവും ക്രാക്ക് ആകാൻ പറ്റിയ ഒരു ലെവലുള്ള ഗെയിം ഏതായിരുന്നു? ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറി ഗെയിം എന്ന് പറഞ്ഞ് കളിച്ച ഒരു ഗെയിം ഉണ്ട്, റെഡ് റിഡംപ്ഷൻ എന്ന് പറയും. അതൊരു വിഷയം ഗെയിമായിരുന്നു. നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ചില സമയത്ത് ഡൗട്ട് വരുന്ന ഒരു ഗെയിം. അത് ബ്രോന്ന് കളിച്ചിട്ടുണ്ടോ? രണ്ട് സിറ്റുവേഷൻസ് ചൂസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ നന്നായിട്ട് സ്റ്റോറി മോഡിൽ ഇരുന്ന് സ്റ്റോറി അനലൈസ് ചെയ്തൊക്കെ കളിച്ച് ഫിനിഷ് ചെയ്ത് പോലും എല്ലാവരും നമ്മുടെ മിഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടി അറ്റത്തെത്തുമല്ലോ. ഞാൻ ഇങ്ങോട്ടുള്ള എല്ലാ ലെവൽസും തീർത്ത് പതുക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ മണ്ടയ്ക്ക് കയറുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമാണ്. ഇപ്പോഴും ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം റേസ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്ത് ഒന്നേന്ന് തുടങ്ങും, പിന്നെ പുതിയ സ്റ്റോറി തുടങ്ങും. കളിച്ച് തന്നെ പിന്നെയും കളിക്കാൻ ഇഷ്ടമാണ്. ടൈം പാസ് അല്ല, അതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് വെച്ച് വർക്ക്ഔട്ട് ചെയ്തിരിക്കും. പുസ്തക വായന, ബുക്സ് വായിക്കും. ഞാൻ ഒരുപാട് ബുക്സ് വായിക്കും. എനിക്ക് ഇഷ്ടമാണ് ബുക്സ് വായിക്കാൻ. ഞാൻ കുറെ ബുക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് തലയിൽ കിട്ടും. എന്താ ബുക്സ് വായിക്കുന്നത് ഏറ്റവും ഇഷ്ടമായ? ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി അതൊക്കെ വായിച്ചിരുന്ന സമയം കളയത്തുള്ളൂ. നമ്മള് കമ്മ്യൂണിക്കേഷൻ, മണി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. റിച്ച് ഡാഡ് പുവർ ഡാഡ് അവിടെ നിന്നാണോ തുടക്കം? അല്ലല്ല, സ്റ്റാർട്ട് പുവർ ഡാഡൊക്കെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് എപ്പോഴേക്ക് വായിച്ചു പോകുന്നില്ല. ഹൗ ടു ടോക്ക് ടു എനിവൺ, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല സെറ്റപ്പ്. ഹൗ ടു മേക്ക് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയുള്ള. ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് വേണ്ട, ഹൗ ടു മേക്ക് മണി വേണം നോക്കാം. ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് 92 ടെക്നിക്സ് ടു സ്പീക്ക് ടു എനിവൺ എന്നുള്ള രീതിയാ. അതൊക്കെ നല്ലതാ, സെയിൽസിനെ ഹെൽപ്പ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ ബുക്സ് ഒക്കെ വായിക്കും. കാർസ് ഇപ്പൊ തൊട്ടാ ഏത് പോയിന്റ് തൊട്ടാ ജീവിതത്തിൽ ഒരു ഫാന്റസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാസിനേഷൻ ആയിട്ട് തോന്നി തുടങ്ങിയത്?
ചെറുപ്പത്തിൽ ഫസ്റ്റ് വണ്ടി നമ്മള് NFS ഒക്കെ കളിച്ചു കൊടുക്കുന്ന കാലം ഉണ്ടല്ലോ. NFS underground. പിന്നെ ഞങ്ങള് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കാണിക്കാത്ത വണ്ടികളുണ്ട്. ഞങ്ങളുടെയൊക്കെ ചില പ്രൊജക്ട് എന്നൊക്കെ പറയുന്നത് ആ NFSന്റെ ലുക്സ് ആക്കി എടുക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ട്. വണ്ടികള് നമ്മൾ തന്നെ ബിൽഡ് ചെയ്യും. വണ്ടിപ്പണി അറിയാം. പിന്നെ എന്റെ കൂടെ നടക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്കും വണ്ടിപ്പണി അറിയാം. വണ്ടികളോട് താല്പര്യമുള്ള ആൾക്കാരെ കൂടെയുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ നല്ല പ്രൊജക്ട് വരുന്നുണ്ട്. സൂൺ ഇനഫ് പറ്റുമെങ്കിൽ നമുക്ക് കേരളത്തിൽ വണ്ടി കൊണ്ടുവരാം. ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന കാർ ഏതാ? ഫസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഇവിടെയായി സ്കോപ്പിയോ അല്ലേ. എന്റെ ഫ്രണ്ടിന് ഒരു സ്കോപ്പിയോ ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് സ്കോപ്പിയോ സാൻഡ്രോ ഉണ്ടായി. സാൻഡ്രോയും ഒരു സ്കോപ്പിയോയും അതാണ് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അത് വണ്ടിപ്രാന്ത് നമ്മളുടെ ആമ്പിള്ളേർക്ക് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ആകുന്നേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് പെൺപിള്ളേരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകുന്ന വണ്ടികളാ. ഒരു പെണ്ണിനെ നോക്കത്തില്ലായിരിക്കും ചിലപ്പോൾ. പെണ്ണ് കൊള്ളാലെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വണ്ടി പോയി നോക്കിയാ ദാറ്റ്സ് എ ഗുഡ് കാർ. ആ ഒരു രീതിയിൽ നമ്മൾ താഴെയിരിക്കുമല്ലോ. മോസ്റ്റ് ഓഫ് ദി ആമ്പിള്ളേർക്കും ആ ഒരു സെറ്റപ്പാ. വണ്ടികളോട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാൻ ആയിരുന്നോ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാനൊക്കെ ഡെഫിനറ്റ്ലി ആണല്ലോ. അത് ആരാ ഇല്ലാത്തത്. ഈ വണ്ടികൾ അങ്ങനെ സിനിമയെ കൊണ്ടും ഇഷ്ടപ്പെട്ടൊന്നുമല്ല. പക്ഷെ ഒരു സിനിമ കണ്ട് നല്ലൊരു സെറ്റപ്പിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി അതുപോലെ ആക്കിയാൽ കൊള്ളാമെന്നൊരു പ്ലാനിങ്ങിൽ വെറുതെ ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ബിൽഡ് ചെയ്യും. അപ്പൊ ഈ ജെയിംസ് ബോണ്ടിന്റെ ആസ്റ്റൺ മാർട്ടിൻ മേടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. ആസ്റ്റൺ മാർട്ടിനൊക്കെ നല്ല വണ്ടിയാണ്, ഇഷ്ടമുള്ള വണ്ടിയാണ്. ചിലപ്പോ കൈ കാണുമായിരിക്കും, ചിലപ്പോ കൈ കാണില്ല. കല്യാണം നടക്കാനും നടക്കാതിരിക്കാനും എല്ലാം ഞാൻ വിട്ടു പറയുന്നില്ലേ, എല്ലാം വിട്ടു പറയാൻ ത്രില്ല് പോയില്ലേ. അതും ശരിയാ. ഈ ആളുകളായിട്ട് പരിചയപ്പെടുമ്പോൾ ആളുകളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമ്പോഴും ഒരു പോയിന്റ് മാത്രമേ അവരോട് കാണിക്കുള്ളൂ. എല്ലാ വേർഷൻസും ഒന്നും അൻവയം കാണിക്കില്ല. ഇല്ല, നമുക്കങ്ങനെ കാണിക്കാൻ ആളില്ലല്ലോ. എല്ലാം നമ്മൾ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി റോ ആയി പോയി. റോ ആയിട്ടൊരു മനുഷ്യനെ കാണിക്കേണ്ട കാര്യം തന്നെ. ഈ സീക്രട്സ് എപ്പോഴും എല്ലാ സീക്രട്സും സീക്രട്സ് ബ്രോ ഒരിക്കലും റിവീൽ ചെയ്യരുത്. നമ്മളൊരാളോട് എന്തിനാ സീക്രട്ട് പറയുന്നത്? അവരവിടെ പോയി റിവീൽ ചെയ്യും. എടാ നീ ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഒരാളോട് പറയും. അവിടെ പോയിട്ട് പറയും നിങ്ങൾ ആരോടും പറയരുത് ഇങ്ങനൊരു സംഭവം. എനിക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാൻ അറിയാം. ഞാൻ പറയാം എൻ്റെ പാർട്ട്ണറിൻ്റെ ഊബറിൽ കയറിയ ആളാന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നിബു, പുള്ളിയുടെ പേരാ നിബു സിറിയക്. പുള്ളിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഒരു മനുഷ്യനോട് പറയത്തില്ല, എൻ്റെ മനസ്സിൽ കിടക്കും. എന്ത് പ്രശ്നം പുള്ളി എന്നോട് പറഞ്ഞാലും എനിക്ക് ആരോടും പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഇല്ല. പുള്ളി ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഞങ്ങൾ നിബിച്ചേട്ടെന്ന് വിളിക്കുന്നത്. നല്ല ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത്യാവശ്യം ഏജ്ഡ് ആയെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഏജ്ഡാ ഡെഫിനറ്റ്ലി. അപ്പം 3-4 പിള്ളേരൊക്കെ ഉണ്ട്. പുള്ളിയുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാനെന്തിനാണ് അപ്പുറത്ത് പോയി പറയുന്നത്? ഇങ്ങനൊരു സ്കീമാണ്, പാവം മനുഷ്യൻ. അതൊന്നും വേണ്ട, എനിക്ക് കീപ്പ് ചെയ്യാൻ അറിയാം. എൻ്റെ വായിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ല. ഞാൻ എൻ്റെ സീക്രട്ട് അങ്ങോട്ട് പറയത്തുമില്ല. എന്തിനാ നമ്മൾ സീക്രട്ട്? നമ്മൾ കുറേയൊക്കെ ഹൈഡ് ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതി. അതൊക്കെ സിമ്പിൾ ലിവിങ്. നമ്മളതൊക്കെ ഡെവലപ്പ് ചെയ്താൽ മതി. കുക്കിംഗ് എപ്പോ തൊട്ട് തുടങ്ങി? കുക്ക് ചെയ്യാറില്ല. ഇതിലൊക്കെ കാണാറുണ്ടല്ലോ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കാൻ. ബാർബിക്യൂ ചിക്കൻ പൊരിച്ചിട്ട് അതിന് മണ്ടയ്ക്ക് ഇച്ചിരി മസാല വെച്ച് അതൊക്കെ ആൾക്കാർ. നമ്മൾ കുക്ക് ചെയ്യാറില്ല. ബാർബിക്യൂ ഒക്കെ ഏതെങ്കിലും സെറ്റപ്പിൽ ആൾക്കാരൊക്കെ കൂടുമ്പോൾ ചെയ്യും. ഞാൻ ആൾക്കാർ കൂടും കേട്ടോ. എൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും. ഈ നടക്കുന്ന ഫ്രണ്ട്സ് അല്ല എന്നുള്ളത് വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ വീട്ടിലുണ്ടാവും. നമ്മൾ രാത്രി ചില്ലടിക്കും. പ്രായം ഇങ്ങനല്ലേ, നമ്മൾ ചില്ലടിക്കണമല്ലോ. ആ സമയത്ത് ബാർബിക്യൂ ആണെങ്കിൽ ബാർബിക്യൂ വെക്കാം, വല്ല ബീഫ് വറക്കണമെങ്കിലോ സ്റ്റേക്ക് ചെയ്യണമെങ്കിലോ വി ക്യാൻ ഡു ഇറ്റ്. അല്ലാണ്ട് ഞാൻ നടന്ന് ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി ആ സെറ്റപ്പ് ഒന്നുമില്ല. ഈ കൺട്രോൾഡ് ആയിട്ട് മദ്യപിക്കാൻ എപ്പോഴാണ് തുടങ്ങിയത്? ചെറുപ്പം തൊട്ട് എങ്ങനെ? മദ്യപാനം ഒന്നുമില്ല. മദ്യപാനം ഒക്കെ വെറുതെ നമ്മള് റീൽസ് കാണുന്ന മാത്രമേ ഉള്ളൂ. അല്ല, അവിടെ എനിക്ക് സ്റ്റോക്ക് ചെയ്യാൻ ഇഷ്ടമാണ് കള്ളൊക്കെ. അതായത് വീട്ടിലൊരാൾ കയറി വരുമ്പോ കുറെ കുപ്പി, അവർക്ക് എന്താണ് വേണ്ടത്. അപ്പൊ ബ്രോ വരുമ്പോ ബ്രോയ്ക്ക് വേണ്ട വിസ്കി എൻ്റെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു താല്പര്യം എനിക്കുണ്ട്. നമ്മളൊരാൾ വരുമ്പോ അത് നമ്മളൊരാളെ മര്യാദക്ക് ട്രീറ്റ് ചെയ്യണം എന്നൊരു സ്കീമുണ്ട്. ഇപ്പൊ കള്ളായാലും ഫുഡായാലും എന്തായാലും അത് ഞാൻ ചെയ്യും. അതിനിപ്പോ എന്ത് നെഗറ്റീവ് ആര് പറഞ്ഞാലും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട പോലെ ഞാൻ ട്രീറ്റ് ചെയ്യുള്ളൂ. എന്റെ രീതി അങ്ങനെയാ. അതിപ്പോ ഞാൻ മാറ്റേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ബ്രോ കള്ളു കുടിക്കുമെങ്കിൽ ബ്രോയ്ക്ക് വേണ്ട വിസ്കി എൻ്റെ ഉണ്ടാവും. ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്റെ റീൽസിൽ അവിടെ ഇവിടെ കള്ള് കാണുന്നത്. ആൾക്കാർ വന്നു ഞാൻ ഇരിക്കും, ഞാൻ അങ്ങനെ പറയത്തു ഞാൻ കള്ളു കുടിക്കത്തില്ല, ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ കള്ളു കുടിക്കും, ഐ ഡ്രിങ്ക്. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറ്റത്തില്ല. കാരണം അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഹാഫ് ബിയർ ഒക്കെ കുടിക്കത്തുള്ളൂ. കാരണം വണ്ടി ഓടിക്കാനുള്ളത്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവന്മാർ വണ്ടിയും കൊണ്ടുപോകും, വണ്ടിക്കുള്ളിൽ. കാരണം ഞാൻ ആ റിസ്ക് എടുക്കാത്ത കാരണം ഞാൻ എവിടെ പോലും ഇവന്മാർ കൂടെ ഉണ്ടാവില്ല, റോളക്സ് ഒക്കെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് കള്ളുടിച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരും പോകും. അതൊരു വലിയ റിസ്ക്. അവരെ കൊണ്ടുപോകും, അവരെ ഷെൽട്ടറിൽ കൊണ്ടുപോകും. കാരണം ഞാൻ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു ഓണർ മദ്യപിച്ച് ലെക്ക് ഇട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവരെ പിടിച്ചോണ്ട് പോകും. പിന്നെ എനിക്ക് തിരിച്ചു തരത്തില്ല. അത്രയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവര് ചിന്തിക്കുന്നുണ്ട്, ഞാൻ അതിനപ്പുറത്തോട് ചിന്തിക്കും. കാരണം എനിക്ക് എന്റെ പിള്ളേർ കഴിഞ്ഞിട്ട് എന്തുള്ളൂ. അതുകൊണ്ട് അവന്മാരെ വെച്ച് റിസ്ക് എടുക്കാനുള്ള ഒരു പരിപാടിയും ചെയ്യത്തില്ല. അതുകൊണ്ട്
കൺട്രോൾഡ് ആണ്. കള്ളുടിച്ചാൽ വണ്ടി എടുത്ത് പുറത്തൊന്നും പോകത്തില്ല. ഈ ആൾക്കാർ പറയുന്നുണ്ടല്ലോ ബ്രോ ഈ റീൽസിൽ കള്ളുടിച്ചിട്ട് എങ്ങനെ വണ്ടി ഓടിക്കാന്ന്. എന്റെ കൂടെ വണ്ടി ഓടിക്കാൻ ആളുണ്ട്, ദേ വിൽ ഡ്രൈവ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന നിർബന്ധമില്ലല്ലോ. ഇങ്ങോട്ട് ഞാൻ വരുന്നേ കാണിച്ചുള്ളൂ, കള്ളുടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നേ കാണിക്കുന്നില്ലല്ലോ. എല്ലാം നമ്മൾ റീൽസ് കാണിക്കാൻ പറ്റില്ല. ആകെ 30 സെക്കൻഡ് അല്ലേ ഉള്ളൂ എന്തായാലും കാണിക്കാം. ഈ നാച്ചുറൽ ആയിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കൽ എടുപ്പായിരുന്നു നടക്കുന്നുണ്ട്. ഞാനിപ്പോ പറയുന്നവരൊക്കെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട്, അതായത് ഈ എഡിറ്റിന്റെ മൊത്തം കട്ട് കണ്ടിട്ടാണോ ഇത് പറയുന്നത്? എഡിറ്റ് ഒന്നുമില്ല. നമ്മള് വീഡിയോ എന്ന് പറയുന്നത് നോർമൽ വീഡിയോയാ. ഓക്കെ, വീട്ടിലൊരാളുണ്ടാവുമല്ലോ മാനേജ് ചെയ്യാനുള്ള. ഞാൻ പറയുവാടാ നമുക്ക് നടക്കാൻ പോവാന്ന് പറയും. ഓക്കെ നടക്കാൻ പോവാം. അപ്പൊ നടക്കാൻ പോകുമ്പോൾ ഞാൻ ഇവന്മാരെ ലീഷ് ഇടിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഷോട്ട് എടുക്കും, ഡോറ് തുറക്കുന്നു, ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകും. ആ വീഡിയോ എടുക്കുന്ന ആൾ അവിടെ ഇവിടെയൊക്കെ ചോര ഷോട്ട്സ് എടുക്കും. നമ്മൾ ആ റോ ഫുട്ടേജ് അതേപോലെ തന്നെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല, നമുക്ക് പറ്റിയ ഫീൽഡ് അല്ലത്. നമ്മൾ ഒരു സെക്കൻഡ് എടുത്ത് വെക്കുന്നു. ആ ഒരു അന്നത്തെ ദിവസത്തെ ആ ഒരു ഫുൾ സീൻ ഒരു 30 സെക്കൻഡിൽ കാണിക്കുന്നു. രാവിലെ തന്നെ ഞങ്ങൾ നടക്കാൻ പോയി, അവന്മാർ ലീഷ് ഇട്ടു, പുറത്തു പോയി. ഈ വണ്ടി എടുത്തില്ല, പകരം ഈ വണ്ടി എടുത്തു. ആ വണ്ടി ആയിരിക്കും ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഈ വണ്ടി മതി എന്ന് പറയുമായിരിക്കും. അപ്പൊ ആ വണ്ടി എടുത്ത് നടക്കാൻ പോയി. അവിടെ ചിലപ്പോൾ പൂവുണ്ടാവും, കായ ഉണ്ടാവും. അത് ഞങ്ങൾ അതുണ്ടെന്ന് പറയുന്നു, നടക്കുന്നു, തിരിച്ചിരുന്ന് അവരിപ്പോൾ അവർ വെള്ളത്തിൽ ചാടുമായിരിക്കും. വെള്ളത്തിൽ ചാടി കുളവാക്കി നമ്മുടെ ചെളിയാക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇത് ലൈഫിൽ നടക്കുന്ന അതൊക്കെ പറഞ്ഞു പോയാൽ പോരെ. അത് നമ്മൾ വെറുതെ ഭയങ്കര സംഭവമായിട്ട് രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ അങ്ങനെ ചെയ്തു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അതായത് സ്കീമ എൻ്റെ ഇത് ഓപ്പൺ ആയിട്ട് നിന്നാൽ മതി. ഏറ്റവും ഇഷ്ടമായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഹാബിറ്റ് എന്താ? സെയിൽസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംസാരിച്ച് ഒരു കോൺട്രാക്റ്റോ ഒരു ഡീലോ ക്ലോസ് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമാണ്. അത് ഇനിയും ഡെവലപ്പ് ചെയ്യും. ഞാൻ സെയിൽസ് ഒന്നും എവിടെ എത്തിയിട്ടില്ല, ചിലപ്പോൾ 1% ആയിരിക്കും. ഞാൻ റിട്ടയർഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതൊന്നും മാനേജ് ചെയ്യാതിരിക്കുന്നില്ലല്ലോ. അപ്പോഴും ഇടയ്ക്കൊക്കെ എനിക്ക് ഈ ഇടയ്ക്കും റീൽസിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു സ്യൂട്ടിട്ട് ഒരു റീലിൽ പോയത്, അത് ഞാനൊരു ഡീല് ക്ലോസ് ചെയ്യാൻ പോയത് തന്നെയാണ്. അത് ക്ലോസ് ആയി. അതാ പറഞ്ഞു, ഞാനൊരു ഡീലിന് പോയി കഴിഞ്ഞാൽ ആ ഡീല് മാക്സിമം ക്ലോസ് ചെയ്യാന്നുള്ളതാണല്ലോ എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഐ വിൽ ക്ലോസ് ദ ഡീൽ എന്തായാലും ക്ലോസ് ചെയ്യും. ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഹാബിറ്റ് ഉപേക്ഷിച്ചത് എന്താ? ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് തുടങ്ങണേ. ഇഷ്ടമുള്ള സംഭവമായിരിക്കും നമ്മുടെ ഹാബിറ്റ്. അതുപോലെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. സിഗരറ്റ് വലിച്ചാലും കള്ളു കുടിച്ചാലും ഒരാൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. നിർത്തണം തോന്നിയ ഒരു ഹാബിറ്റോ ശീലവും ഇല്ല. എൻ്റെ ഹാബിറ്റൊക്കെ നല്ല ഹാബിറ്റാണ്, എനിക്ക് ഓക്കെയാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ബാക്കിയുള്ളവരെ ഞാൻ ലൈഫിലോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ. അവർ എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നത് എനിക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. എപ്പോ തൊട്ട് ഈ ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കണ്ട, നമുക്ക് നമ്മുടെ ഒരു വിഷയം തുടക്കം തൊട്ട് ഒരു റൗണ്ടിൽ ആൾക്കാരൊക്കെ പോയി തുടങ്ങി നമുക്ക് മനസ്സിലായി. ഞാൻ പ്രായം പറയാം ഏകദേശം ഒരു സമയമൊക്കെ 18-18 വയസ്സ് തൊട്ട് എനിക്ക് ആരെയും വലിയ മൈൻഡൊന്നുമില്ല. ഞാൻ ആരും പറഞ്ഞ കേൾക്കൊന്നുമില്ല. എനിക്ക് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ ചുമ്മാ പറയാം. നമ്മുടെ ലൈഫിൽ വേറെ ആൾക്കാർ പറയുന്ന കേട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരെ പോലെ തന്നെ ഇരിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ബ്രോയോട് ഞാൻ പറയും, ബ്രോ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്ത് ശരിയാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ ഇരിക്കുന്നു ബ്രോ ഇടിക്കും ചിന്തിക്കണം ആദ്യം. ഞാൻ ചിലപ്പോൾ കുപ്പത്തൊട്ടി കിടക്കുകയായിരിക്കും. എടാ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുടെ ഓപ്പർച്യൂണിറ്റി കളയുന്നത്. ബ്രോ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ബ്രോയ്ക്ക് തോന്നുന്ന കാര്യം ബ്രോ ചെയ്യുക, അതാണ് ബ്രോയുടെ മൈൻഡ് സെറ്റ്. ആ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി. പിന്നെ എന്തിനാണ് നമ്മൾ ബാക്കി ആൾക്കാർ എന്നോട് പറയണം ഈ വണ്ടി വേണ്ട നമുക്ക് ആ വണ്ടി വാങ്ങിച്ചാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ലേ കാശ് മുടക്കുന്നത്, എൻ്റെ താല്പര്യമല്ലേ. ഐ വിൽ ടേക്ക് സജഷൻസ്. കോൾ എൻ്റെയാ, ഡിസിഷൻ എൻ്റെയാ. വേണോ വേണ്ടയോ സജഷൻ പറഞ്ഞു, ബ്രോ എത്ര വേണം പറഞ്ഞു, കേൾക്കണോ വേണ്ടും ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആർക്കെന്തും പറയാം. എൻ്റെ ലൈഫിൽ അതുകൊണ്ട് അധികാരം പറയാറില്ല. ഈവൻ അപ്പനും അമ്മയും തന്നെ എൻ്റെ അടുത്ത് നല്ല റെസ്പെക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് അവരെന്നോട് എടാ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറയില്ല. അവർക്കറിയാം ഞാൻ അങ്ങനെ ചെയ്തോളും, ഞാൻ ഡെവലപ്പ് ആക്കിക്കോളും എന്ന് അവർക്കറിയാം. ചേട്ടനുണ്ട്, ഈവൻ ചേട്ടനും ഇന്റർഫിയർ ചെയ്യില്ല. നല്ലൊരു അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വേറെ ആള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനം പോയില്ലേ. ഈ പേരൻസ് പറയണതൊക്കെ അനുസരിക്കുന്ന ഒരു പയ്യനായിരുന്നു അപ്പൊ ചെറുപ്പത്തില്? അത് അവർക്കൊരു തലവേദനയായിരുന്നു എപ്പോഴെങ്കിലും? രണ്ടാമത്തെ കാര്യം അവർക്ക് മാരക തലവേദനയായിരുന്നു. ഞാൻ അമ്മയപ്പൊക്കെ ഒരുപാട് സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് നല്ല നടപ്പിന് സ്കീമില്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊന്നും ഇങ്ങനെ നടന്നത് ശരിയാവത്തില്ല. അത് തുടങ്ങുന്നത് ശ്രീലങ്ക എന്നാ? ലൈഫ് തുടങ്ങിയത് അവിടുന്ന്. എൻ്റെ പൊന്നെ ശ്രീലങ്ക വാസ് സോ ഗുഡ്. അവിടെ നിന്നാണ് എൻ്റെ ലൈഫ് തുടങ്ങുന്നത്. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ അവരൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. ആൾക്കാരൊക്കെ നമ്മളെ നല്ല അടി കിട്ടും. ചെന്ന് നോക്കാൻ അങ്ങോട്ടൊന്നും ചുമ്മാ നമ്മളൊരു നോർമൽ സെറ്റപ്പിൽ അങ്ങോട്ട് പോയി നമ്മുടെ കൂടെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ പിടിച്ചിടിക്കും. അവർക്ക് ഇഷ്ടമല്ല നമ്മളെ. കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇടി കിട്ടാതിരിക്കാനെന്താ, തിരിച്ചു കൊടുക്കാൻ പറ്റിയോ? പിന്നെ ചെന്നാമതില്ല അങ്ങോട്ട് തിരിച്ചടിക്കാൻ വേണ്ടി അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ തൊടാൻ വേണ്ടി കിട്ടുക വാങ്ങിക്കുക പോവുക. ആ ഒരു സ്കീമാണ് നമ്മള്.
അല്ലാണ്ട് തിരിച്ചിടിക്കൊന്നുമില്ല. എന്നിട്ട് ഇപ്പൊ ശ്രീലങ്കയിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? പിന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അതല്ലാതെ എന്തെങ്കിലും ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് അങ്ങനെ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ബിസിനസ് ചെയ്യാൻ പോണില്ല. എന്തിനാ അങ്ങോട്ട് പോണേ? അവിടെ ശ്രീലങ്കയിൽ പോയൊരു ബിസിനസ് ചെയ്ത് നമ്മൾ കള്ളക്കടത്തുകാരനാവും. ആ പണ്ടത്തെ ആൾക്കാരെ എൻ്റെ മറ്റേ കുടുംബക്കാരൊക്കെ വിചാരം ഞാനവിടെ സ്മഗിൾ ചെയ്യാൻ തരുന്നു ശ്രീലങ്കയിൽ. കാരണം ശ്രീലങ്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ ഡിഫറൻസ് സിനാരിയോ ആണല്ലോ. ഒരു UK ചെയ്യുന്നത് ഡിഫറെന്റ്. അവർ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തേക്കുക. ഈ രാജ്യം ഇങ്ങനെ ആയിരിക്കും, ആ രാജ്യം അങ്ങനെ ആയിരിക്കും, ഈ ഫ്രണ്ട്സ് ഇങ്ങനെ ആയിരിക്കും. ബന്ധുക്കള് നാട്ടുകാരെല്ലാം കണക്കാണല്ലേ. സൊസൈറ്റി ദേഷ്യം എങ്ങനെയാ? ദേഷ്യപ്പെടാറില്ല. നമ്മൾ എന്തിനാ വെറുതെ ഒരാളോട് ദേഷ്യപ്പെടുന്നത്? അത് ഒരു താല്പര്യമില്ല. ചിലപ്പോ പറഞ്ഞത് മൊത്തത്തിൽ കളവായിരിക്കും. ദേഷ്യപ്പെടും. ഇല്ല, എന്നോട് ഒരു ബഹുമാനത്തോടെ സംസാരിച്ച് ഞാനും അങ്ങനെ സംസാരിക്കുള്ളൂ. എന്ത് വലിയ പ്രശ്നമായാലും എന്ത് വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. ഒച്ച വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ബ്ലഡ് പ്രഷർ കൂട്ടുക എന്നല്ലാണ്ട് ഒരാളോട് ഷൗട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ഇപ്പം ഞാനും ബ്രോയും തമ്മിൽ ആർഗ്യുമെന്റ് നടക്കും. നമുക്ക് ഇതേപോലെ സംസാരിച്ച് തീർക്കാവുന്ന സംഭവമുള്ളൂ. ബ്രോ വെറുതെ കുറേ ഷൗട്ട് ചെയ്യും, ഞാൻ വെറുതെ കുറേ ഷൗട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ചും ആലോചിക്കുക, വേണ്ടായിരുന്നു, പുള്ളിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ല, ഇത് എങ്ങനെ ഫേസ് ചെയ്യും? ഈ സാഹചര്യമൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നേ? ബി കാം. നമ്മൾ നോർമലി സംസാരിച്ചാൽ മതി. ഒരു സംഭവം ഞാൻ അങ്ങനെ ഷൗട്ട് ചെയ്തൊന്നും ആരോട് നടക്കാറില്ല. ചിലപ്പോൾ ഇതിലെ പോകുമ്പോൾ ബസ്സുകാരോട് പറയായിരിക്കും, എങ്ങോട്ടാ ചേട്ടായി പോണെന്നുള്ള സ്കീമിൽ പറയായിരിക്കും. എന്നാലും ഞാൻ അലമ്പാക്കാറില്ല. ഇപ്പൊ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അൻവിനെന്ന് ആളുകൾ പൊതുവെ പറയാറുണ്ടല്ലോ. അങ്ങനെ ലൈഫ് സ്റ്റൈൽ അല്ല. ആൾക്കാർക്ക് ഇങ്ങനെ ജീവിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. അല്ല ലക്ഷറീസ് ആയിട്ടൊന്നുമില്ല. എന്റെ ലിവിങ് എനിക്കിഷ്ടമാണ്. ലിവിങ് ഞാൻ ആഗ്രഹിച്ച ലിവിങ് എന്റെ. എനിക്ക് അതിന് മണ്ടക്കോട്ട് ബിസിനസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണം, ആൾക്കാർ ഡെവലപ്പ് ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്യും, അതൊക്കെ ഓക്കെ. എന്റെ ലിവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ നോക്കിയപ്പം മണ്ടക്കോട്ട് സംസാരിക്കാൻ ആളില്ല, നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാൻ ആൾ നിൽക്കുന്നില്ല, നമ്മളെ ഭരിക്കാൻ ആളില്ല. 3 പിള്ളേരുണ്ട്, ഞങ്ങൾ ഇങ്ങനെ നടന്ന് ചില്ലടിച്ച് പോകും. വണ്ടി ഇഷ്ടമുള്ള ഞങ്ങൾ വാങ്ങും. എനിക്ക് സൗകര്യമുള്ള വണ്ടി വാങ്ങും, സൗകര്യമുള്ള വണ്ടി വിൽക്കും. അതൊന്നും ചോദിക്കാനോ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. എനിക്ക് വണ്ടികൾ ഇഷ്ടമാണ്, പട്ടികൾ ഇഷ്ടമല്ല, ഗെയിമിങ് ഇഷ്ടമാണ്. എന്നാൽ നമ്മളൊരു 10 മണിക്കൂർ നിന്ന് കളിച്ചു, ഗെയിം കളിച്ചോണ്ടിരിക്കുക, അത് മതി എന്ന് പറയാൻ ആളില്ല. എനിക്ക് ഇഷ്ടമുള്ളത്രേ ഞാൻ ചെയ്യും. അപ്പം ആ രീതിയിൽ മാത്രം കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യത്തുള്ളൂ. ഏറ്റവും ഇഷ്ടത്തോടുകൂടി കാണിച്ച വണ്ടി എപ്പോഴെങ്കിലും വിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? ഫസ്റ്റ് വണ്ടി വിൽക്കേണ്ടി വന്നതാണ്. ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെ, അതും ഒരു ബിസിനസ് ഡീലായിരുന്നു. പൈസ ഇന്ന സമയത്ത് തരാം, ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇത്ര എക്സ്ട്രാ തരാമെന്നും പറഞ്ഞിട്ട് ഞാനൊരു എന്നെ അറിയാത്തൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 1500 പൗണ്ടിൻ്റെ വണ്ടി ഞാൻ 800 പൗണ്ടിൽ വാങ്ങിച്ചത്. അതിന് ബാക്കി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിപ്പിച്ച് ഞാൻ പുള്ളിക്ക് പൈസ കൊടുത്തു. ഞാനൊരു 100 രൂപ എക്സ്ട്രാ ആയാലും കൊടുത്തു. പക്ഷേ ആ വണ്ടി എനിക്ക് അപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആ വണ്ടി വിൽക്കേണ്ടി വന്നു. പൈസ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ഇതൊരു പഴയ വണ്ടിയായിരുന്നു. പിന്നെ ഞാനത് തിരിച്ച് വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് അവർ സ്ക്രാപ്പ് ചെയ്തത്. ഞാൻ വിറ്റ ടീം ആ വണ്ടി സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ വിഷമമായോ? വണ്ടി ഫസ്റ്റ് വണ്ടിയല്ലേ, വിഷമാവും. യാത്രകള് എപ്പോ തൊട്ടാ തുടങ്ങുന്നത്? നാട്ടിലുള്ളപ്പോഴുണ്ടോ? ഇവിടെ ഞാൻ പോയില്ലേ കേട്ടോ. അതന്നെ ഒരു യാത്രയായിട്ട്, അതൊരു യാത്രയാണല്ലോ. അവിടെ തുടങ്ങിയതാ യാത്ര. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, എവിടെ വെള്ളം ചില്ലടിക്കാലോ. യാത്ര ഈസ് സോ ഗുഡ്. നമുക്ക് ട്രാവലിംഗ് ആണോ? ട്രാവലിംഗും ഡെസ്റ്റിനേഷനും അടിപൊളിയാണ്. ട്രാവലിംഗ് നമ്മൾ ട്രാവൽ ചെയ്ത് എത്തിയാലേ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. ഡെസ്റ്റിനേഷൻ എപ്പോഴും അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ എനിക്ക് ലക്ഷൂറിയസ് ലിവിംഗ് എന്ന് കുറച്ച് മുമ്പ് ബ്രോ പറഞ്ഞു അങ്ങനത്തെ 5 സ്റ്റാർ ആ സെറ്റപ്പ് ഒന്നും വേണമെന്നില്ല. ഞാൻ ഒരു താഴെ തട്ടി നിന്ന് വന്ന ഒരാളാണ്. എനിക്ക് 2 ടെൻ്റൊക്കെ ഇട്ട് പിള്ളേരായിട്ട് ചില്ലടിച്ച് രാവിലെ ഒരു ചായ കുടിച്ച് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു ലൈഫ് ഇഷ്ടമുള്ള ഒരാളാണ്. ഈ ബൈക്ക് എടുത്ത് ട്രാവൽ ചെയ്യുന്ന ബൈക്ക് ഡേഞ്ചറാ, പേടിയാ, ടു മച്ച് റിസ്ക്. നമ്മൾ ഇനിയിപ്പോൾ ബൈക്ക് ഓടിച്ച് നടന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കുറേ കാലമായിട്ട് ബൈക്ക് ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ബൈക്കൊക്കെ എടുത്ത് ഓടിച്ച് അവിടെ എവിടെ നിന്ന് പോയി വീണ് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോകാനുള്ളതല്ലേ. ചാവാൻ താല്പര്യമില്ല ഇവിടെ എന്തായാലും. കാറാകുമ്പോൾ റിസ്ക് കുറവല്ലേ. ഈവൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ പോലും ഞാൻ കുറേ നേരം പ്ലാൻ ചെയ്തിട്ടാ. ഇവിടെ ഇറങ്ങിയാൽ ഇവിടെ ഓക്കെ, ഇവിടെ ആഴമുണ്ടാവും, ഇവിടെ ആഴമുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. കാമായിട്ട് പോയി കാല് നനച്ചിട്ട് കയറി വരിക. കാരണം ഇവിടെ നിന്ന് ചാവാൻ എനിക്ക് ഇച്ചിരി ടെൻഷനുണ്ട്. തിരിച്ച് അവിടെ തിരിച്ചെത്താൻ ഓക്കെയാ. കാരണം ഡോഗ്സിന് ഡെത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നടക്കുമല്ലോ, എന്തായാലും ഇവിടെ നടക്കും. യെസ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഇവിടെ തട്ടിപ്പോയി കഴിഞ്ഞാൽ അവന്മാരോട് അത് പറ്റില്ല. ജീവിതകാലം മൊത്തം വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ. ചാവുന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അവന്മാരുള്ളപ്പോൾ അവിടെ. എവിടെയാന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ അവന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് എൻ്റെ ബോഡി കാണണം. അപ്പൊ അതുകൊണ്ട് ഈ ബൈക്കൊക്കെ ഓടിച്ച് ഞാൻ വെറുതെ റിസ്ക് എടുത്ത് ഞാൻ എന്തായാലും എവിടെ നിന്ന് പോയി കയറും. ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണല്ലോ ഡോഗ്സിന്. അത് ഭയങ്കര കമ്മിറ്റ്മെന്റാ. അത് പിന്നെ ഡോഗ്സിനോടുള്ള കമ്മിറ്റ്മെന്റ്, എനിക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് മാത്രമാണ്. വേറെ ഒരാളോട് എനിക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല. നല്ല എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ വേറെ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്? അതായത് ഞാൻ മരിച്ചാൽ എന്റെ ബോഡി കാണണം ഡോഗ്സ്. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 26 കൊല്ലമായിട്ടൊരു കൂട്ടുകാരുണ്ടെന്ന്. അവർ കറക്റ്റ് അറിയാം എന്ത് സംഭവിച്ചാൽ എന്തെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് വളരെ വ്യക്തമായ പ്ലാനിങ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതായത് നമ്മൾ ഇല്ലാണ്ടായപ്പോൾ അങ്ങനെ
ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് നല്ല പ്ലാനിങ് ഉണ്ട്. പുള്ളി അത് ചെയ്യുകയും ചെയ്യുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിശ്വാസമുള്ള ഒരാൾ വേണമെന്ന് പറയുന്നത്. ഈ 90% വിശ്വാസമുള്ള ഒരാൾ വേണമെന്ന് അതുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ കമ്പനീസ് എന്ത് ചെയ്യണം എന്നറിയാം, ആർക്ക് എന്ത് ഫിഗർ, എൻ്റെ പിള്ളേർ എന്ത് ചെയ്യണം, വണ്ടികൾ എന്ത് ചെയ്യണം, നല്ലൊരു പ്ലാനിങ് ഉണ്ട്. ചതിക്കത്തില്ലായിരിക്കും. ഈ പ്ലാനിങ് ശരിക്കും മനസ്സിലാണോ എഴുതുമോ? മനസ്സിലാണ്. ഞാൻ എഴുതി വെക്കത്തൊന്നുമില്ല. എനിക്ക് നല്ല മെമ്മറി അത്യാവശ്യം ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് എനിക്ക് ഓർത്ത് വെക്കാനൊക്കെ പറ്റും. നമ്പേഴ്സ് ആയാലും ഫിഗേഴ്സ് ആയാലും. ഫസ്റ്റ് ഇൻവോയ്സ് തൊട്ടുള്ള എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. അതായത് ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇൻവോയ്സ് ഫിഗറും ഇൻവോയ്സ് നമ്പർ വരെ എനിക്ക് ഓർമ്മയാണ്. അത് പറയാൻ പറ്റുമോ? പറയത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ ഓർത്തു പോകും. ഫിഗർ എന്തിനാണ് നമ്മൾ ഓർത്ത് പറയുന്നത്? അപ്പോൾ എനിക്ക് ആ ഒരു പ്ലാനിങ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. എന്ത് വേണം, മുന്നോട്ട് എങ്ങനെ വേണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റ് നടക്കുന്നത്. സംഭവം ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഓവറായിട്ട് തോന്നും, ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്ന കാര്യമില്ല, ചാവണ്ടപ്പോൾ ചാവുന്നത്. ചാത്തോട്ടെ കുഴപ്പമില്ല, പക്ഷെ പ്ലാൻ ചെയ്യാത്ത ചാവുണ്ടല്ലോ. അതുകൊണ്ട് കമ്മിറ്റ്മെന്റ്സ് ആർ ഓൺലി ഫോർ മൈ ഡോഗ്സ്. അവരോട് മാത്രമേ എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉള്ളൂ. വേറെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഡോഗ് ഡിറ്റർമിനേഷൻ ഉള്ള ഒരാളാണ് ഈ പൊന്മാനിലെ അജേഷ് എന്നുള്ള ക്യാരക്ടർ. അങ്ങനെ ജീവിച്ച അൻവിനാണ് ഇന്നിപ്പോ ഉണ്ടാവാൻ കാരണം? അങ്ങനെ ജീവിച്ച ഞാൻ തന്നെയാ. ഞാൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഡിറ്റർമിനേഷൻ നന്നായിട്ടുണ്ട്. ഒരു സംഭവം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നേടും. ഒരു സംഭവം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് വേണം. ടാർഗറ്റ് ചെയ്ത് വണ്ടികൾ, ഞാൻ ഈ വാങ്ങുന്ന വണ്ടികളൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വാങ്ങുന്നത്. അതെനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റവന്യൂ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത് വിട്ടിട്ട് ഇവിടുന്ന് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ പ്ലാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇച്ചിരി എക്സ്ട്രാ ഇൻകം പോരെ. ഐ വിൽ മേക്ക് ദറ്റ് ഇൻകം. എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ഇൻകംസ് ഉണ്ട്. ഞാൻ ബിസിനസ് എടുത്ത് ഇങ്ങനെ കുളവാക്കാറില്ല. പേഴ്സണൽ ഇൻകംസ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ട്രേഡിംഗ് ആയാലും കാര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മളങ്ങനെ ചെറുതായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഈ 24 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ പുരുഷന്മാരുടെ കാര്യത്തിൽ. ആ സമയത്ത് അവർ അനുഭവിക്കുന്ന വല്ലാത്തൊരു പിയർ പ്രഷർ ഉണ്ട്. അതായത് തൊട്ടപ്പുറത്തുള്ള തന്നെ എവിടെയോ കാറ് വാങ്ങിച്ചു, ഒരാൾ വീട് വെച്ചു, ഒരാൾ കല്യാണം കഴിച്ചു, ഒരാൾക്ക് കുട്ടികളായി. കമ്പാരിസൺ അപ്പൊ ഒരിക്കലും പാടില്ല. സ്വയം എപ്പോഴാണ് കമ്പാരിസൺ ചെയ്തിട്ടുണ്ടോ? നമ്മളിതിന് വേറെ ആളെ കമ്പയർ ചെയ്യുന്നത്. ആഗ്രഹം ഉണ്ടാവില്ല, എത്തിപ്പെടണം, മണ്ടക്കോട്ട് ഒരാളെ നോക്കിയിട്ട് ഒരു വിഷൻ വെച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ കൂടെ നടക്കുന്നവൻ വണ്ടി വാങ്ങിച്ചാൽ വെരി ഹാപ്പി ഫോർ ഹിം, നല്ലതാ, നല്ല വണ്ടി, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യൂ എന്ന് പറയൂ. അല്ലാണ്ട് നമ്മൾ അവനൊരു വണ്ടി വാങ്ങി എനിക്കൊരു വണ്ടി വേണം അങ്ങനത്തെ ഒന്നും തോന്നണമെന്ന് എനിക്കില്ല. കാമൻ ചില്ലാണ്. നമ്മൾ കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്താൽ പോയി. പിന്നെ നമ്മളെങ്ങനെ ഡെവലപ്പ് ചെയ്യും? പിന്നെ നമ്മൾ അവരെ നോക്കിയിരിക്കും, ഇവനെന്താ ചെയ്തത് അവനെന്താ ചെയ്തതെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് കുളമാവും. അപ്പൊ കമ്പയർ ചെയ്യാറൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെ പറയല്ലോ അവൻ നന്നായി പഠിക്കുന്നു. ആ കമ്പാരിസണുകളിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്റെ ചേട്ടനൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ നല്ല മോശമായിട്ട് പഠിക്കത്തുള്ളൂ. അവനെ കണ്ട് പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടുപിടിച്ചിരുന്നില്ല. ഞാനും അവനും അല്ലേ. അവനോട് കൊച്ചിയിലുണ്ട്, നന്നായിട്ട് ജീവിച്ചു പോകുന്നു. ഞാൻ അവിടെ ഉണ്ട്, ഞാനും നന്നായിട്ട് ജീവിച്ചു പോകുന്നു. ഞാൻ അവനെ കണ്ട് പഠിച്ചിരുന്നു ഞാൻ ഇപ്പൊ എഞ്ചിനീയർ ആയിരുന്നേനെ. ഇല്ലായിരുന്നു. അവരെന്നെ പ്രഷർ ചെയ്ത് പുഷ് ചെയ്ത് എനിക്ക് സയൻസ് എടുക്കണം, എനിക്ക് കൊമേഴ്സ് ഒക്കെ എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് എടുത്തല്ല. സയൻസ് ചെയ്ത് കൊമേഴ്സിലോട്ട് വന്നാ അത് വേറെ കാര്യം. എന്നാ പോലും ഞാൻ കുറച്ച് ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പെങ്കൊച്ചിനെ കാണാൻ അവളുടെ ക്ലാസ് ഇരിക്കാൻ വേണ്ടി മാത്രം കൊമേഴ്സ് എടുത്തൊരു മനുഷ്യനായി. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോയത്. അപ്പോൾ ആ ഒരു സ്കീം കമ്പയർ ചെയ്ത് പഠിക്കുന്നതായിരുന്നു കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ചേട്ടനായാലും അനിയനായാലും എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ. ഇപ്പൊ കണ്ടുപഠിക്കാനൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടുപഠിക്കാനൊന്നും പോകണില്ല. ഇപ്പൊ ആരെയും കണ്ടുപിടിച്ച് നമുക്ക് എന്തിനാ, നമുക്ക് സ്വന്തമായിട്ട് ജീവിച്ചാൽ പോരെ. ആളുകളെ ഉപദേശിക്കാൻ അൻവിൻ എങ്ങനെയാ? ഞാൻ ഒരു മനുഷ്യനെ ഉപദേശിക്കാറില്ല. വേണ്ടത് ചെയ്യുക, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നൊരു സ്കീം എനിക്കുള്ളൂ. അല്ലാണ്ട് നമ്മളെന്തിനാ ഒരാളെ ഉപദേശിച്ചിട്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, കള്ളുടി ബ്രോ അത്ര ഓവറായിട്ട് കുടിക്കരുത്. ഇന്ന് ഞാനെന്തിനാ പറഞ്ഞത്? ഞാൻ കുടിക്കുന്ന മനുഷ്യനല്ലേ. നമ്മളിതൊക്കെ എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒപ്പിക്കുക. എന്നിട്ട് നമ്മളിതൊക്കെ മറച്ചു വെച്ചിട്ട് അവിടെ പോയിട്ട് പറയാം അത് ചെയ്ത് തെറ്റായി പോയി. അത് നമ്മൾ പറയുന്നത് എന്താ കാര്യം? നമ്മൾ നമ്മുടെ ലൈഫ് ലീവ് ചെയ്ത് പോവുക. എടാ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട, അതൊക്കെ ഓരോരുത്തർ തീരുമാനങ്ങളല്ലേ. അവർക്കും ഞാൻ പറഞ്ഞ അതേ പരിപാടി. അവർക്ക് സജഷൻസ് എടുക്കാം, കോൾ ഈസ് വിത്ത് ദം. അവർക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ലെറ്റ് ദം ഡിസൈഡ്. ഞാനിങ്ങനെ ഒരാൾ നടന്ന് അനാവശ്യമായിട്ട് ഉപദേശിച്ച സമയം കളയാറില്ല. അവർ തന്നാൻ പോകുന്നില്ല. ഇപ്പൊ ഡോഗ്സ് ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ തന്നെ ഒരു വാനും ഉണ്ടല്ലോ. ഇൻ ടു ദ വൈൽഡ് പോലെ ഒരു ജീവിതമൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇൻ ടു ദ വൈൽഡ് പോലെ ജീവിതം എനിക്കുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെക്കുമല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു പോർഷൻ ഉണ്ട്. പിന്നെ നമ്മള് അതെങ്ങനെ പറയാമോ? അങ്ങനെയല്ല, നമ്മള് ഇവരെ എടുത്ത് പോയി ഞങ്ങള് കാട്ടിലൊക്കെ ഒരു സെറ്റപ്പ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അവിടെ പോയി ലിവ് ചെയ്ത് 2-3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ഓവർ ചെയ്തിട്ടൊക്കെ വരുള്ളൂ. നമുക്ക് താല്പര്യമുള്ളപ്പോൾ അതാ പറഞ്ഞു, എനിക്ക് ട്രാവലിങ് അവന്മാര് കഴിഞ്ഞിട്ട് എന്തോ ഉള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ പോകും ഒരു രീതിയിൽ. നല്ല
സെറ്റ് പരിപാടീസാ. ഇന്ത്യയിൽ മാറണം എന്ന് വിചാരിക്കണത് എന്താ? കേട്ടില്ല. ഇന്ത്യയിലോ? ആ. പൊളിറ്റിക്സ്, ഡെഫിനറ്റ്ലി പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഒന്ന് മാറി കഴിഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെടും. നമ്മുടെ ഈ കൈയിട്ട് വരാനുള്ള സ്കീം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം നന്നായിട്ട് രക്ഷപ്പെടും. ആരും ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ആയിരുന്നുണ്ട്. അതിപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനും ചിലപ്പോൾ വാരുമായിരിക്കും, ഇത്രയും പൈസ കാണുന്നതല്ലേ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്തു കൊടുത്താൽ ഉപകാരമായിരിക്കും. UK ആ കാര്യങ്ങളിൽ ഗവേണിംഗ് സിസ്റ്റം കുറേ കൂടെ ഒക്കെ നല്ലതാണ്. UK വലിയ കാര്യമൊന്നുമില്ല. കൺസർവേറ്റീവ്സും അവരൊക്കെ ഫുൾ ടൈം മത്സരം തന്നെയല്ലേ. പക്ഷെ ഡെവലപ്മെന്റ് ഉണ്ട് അവിടെ. അവര് മുക്കും. അവര് മുക്കി കഴിഞ്ഞാലും ഒരു മുക്കാലും നമുക്ക് ജനങ്ങൾക്ക് തരും. സെറ്റപ്പ് അവരെടുത്തോട്ടെ. ഞാൻ ആര് വെള്ളം തോറും എടുത്തോട്ടെ. അപ്പൊ നമ്മുടെ കൂടെ നടന്ന ഒരാളും വേണമെങ്കിൽ നമ്മളെ പറ്റിക്കുന്നതിന് കുഴപ്പമില്ല. മൊത്തം പറ്റിക്കരുത്. കുറച്ച് മാറ്റി പറ്റിച്ചിട്ട് ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്താൽ എല്ലാം നന്നായി പോകത്തില്ലേ. പൊളിറ്റിക്സ് ഹാസ് ടു ചേഞ്ച്. യങ്സ്റ്റേഴ്സ് വരണം. ഈ UK മെഡിക്കൽ സിസ്റ്റം, അതായത് ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് കിട്ടാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് യൂട്യൂബിൽ. സത്യാവസ്ഥ എന്താ? സത്യാവസ്ഥ അത് അതേപോലെ ബ്രോ. ഇത് ഫ്രീയാ. നമ്മൾ ഫ്രീ കിട്ടുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണ്ടേ? ഇഫ് യു പേ യു ഗെറ്റ് വാട്ട് യു വാണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ടൊരു സ്ഥലത്ത് കയറി പോയിട്ട് എനിക്ക് 8 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു, 10 മണിക്കൂർ വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഫ്രീ ആയിട്ട് കിട്ടുന്ന പരിപാടിയല്ലേ. നമ്മൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ ട്രാവൽ പാക്കേജ് എടുക്കുന്ന പോലെ നമ്മളൊരു 5000 പൗണ്ടിന് ഒരു പാക്കേജ് എടുത്തു. അത് ഗുഡ് പാക്കേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ 5000 പൗണ്ട് പാക്കേജ് എടുത്ത് നമ്മൾ വേണമെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്ത് അവിടെ എത്തി എല്ലാം സെറ്റപ്പ് ചെയ്ത് കണ്ടൊക്കെ തിരിച്ച് കയറിയാം. അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അത് ശരിയായില്ല, അത് ശരിയായില്ലെന്ന്. നമ്മൾ 300-350 പൗണ്ട് ഒരു പാക്കേജ് എടുത്ത് പോയിട്ട് ആ ഫ്ലൈറ്റ് ശരിയായില്ലായിരുന്നു, ഈ ഫ്ലൈറ്റിന് അനക്കം ശരിയായില്ല, അവരുടെ സമയത്തിന് എത്തിയില്ല, നമ്മുടെ ഫുഡ് കോംപ്രമൈസ് ചെയ്തില്ലേ. നമ്മളൊരു ഫിഗർ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തില്ലേ. അപ്പൊ അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ല, അപ്പൊ അവിടെ പണം കൊടുത്താൽ പെട്ടെന്ന് സർവീസ് അവൈലബിൾ ആയിരിക്കും. പ്രൈവറ്റ് ഉണ്ട്, നമുക്ക് എങ്ങനെ വേണം കയറാം. പക്ഷെ പ്രൈവറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ച് പേ ചെയ്യണം എന്നുള്ളത് ആലോചിക്കണം. ഹൈലി എക്സ്പെൻസീവാ. അല്ല, അങ്ങനെ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടായ ഒരു അന്വൻ ഉണ്ടായിരുന്നോ? ഇല്ലില്ല. ഞാൻ അങ്ങനെ എന്തുകൊണ്ട് ഞാൻ പ്രൈവറ്റിൽ പോകണം. എനിക്ക് പ്രൈവറ്റ് ഓക്കെയാ. ഞാൻ അവന്മാരെയൊക്കെ റോളക്സിനും ലിയോയൊക്കെയോ അവരൊക്കെ പ്രയോറിറ്റി സ്കീമിലാണുള്ളത്. നല്ല ഹൈ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഞാനും അവന്മാരെ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോകും. ഞാൻ നോർമൽ വെച്ച് കൊണ്ടുപോകാറില്ല. കാരണം എനിക്ക് കാര്യം പെട്ടെന്ന് നടക്കണം. ഇപ്പൊ ഭീകരനൊരു പ്രശ്നം കാലിനുണ്ടായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിസ്റ്റലിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ നോർമൽ വെറ്റിനറി കൊണ്ടുപോയി എന്താണ് പ്രശ്നം, ഇത് ശരിയാകുമോ, അങ്ങനെ ഞാൻ നോക്കാറില്ല. കീപ്പ് അപ്പ് യുവർ സ്റ്റാൻഡേർഡ്സ്. ആ ഒരു രീതി ഉണ്ട് എനിക്ക്. ഈ UK ഇനി ഒന്നുമില്ല, UK അവസാനിച്ചു, UK ഞങ്ങളുടെ ദുരവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോസ് വരാറുണ്ട് പലപ്പോഴും. അല്ലെങ്കിൽ ഈ ട്രാവലിംഗ് ഏജൻസീസ് ട്രാവലിംഗ് ശ്രമിക്കാത്തത് കൊണ്ടാ ബ്രോ. UK അങ്ങനെ വലിയ മോശം രാജ്യമൊന്നുമല്ല. അവിടെ എല്ലാം നടക്കും. ശ്രമിക്കുന്നില്ല. അജയ് ഷാഡാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്കീം ഉണ്ടല്ലോ. എന്തിനാ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? അത് ശരിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഏൺ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഏൺ ചെയ്യാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് അവൻ അങ്ങനെ നടക്കുന്നു, ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുമോ? അവിടെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എത്ര പേരുണ്ട്. എന്റെ എക്സാമ്പിൾ അങ്ങ് മാറ്റി വെച്ചേക്ക്. എത്ര പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അവിടെ. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നില്ലെന്നുള്ളൂ നന്നായിട്ട് ജീവിക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടിരുത്തി. അവർ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നില്ല, അവർ നന്നായിട്ട് ജീവിക്കുന്നില്ല. ശ്രമിക്കാതെ ഒരു പക്ഷേ എന്തിനാ നമ്മളങ്ങനെ പറയുന്നത്? ഒരു ജോലി എന്തായാലും കിട്ടും, മിനിമം വേജ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, നമുക്ക് ജീവിക്കാനുള്ള അവിടെ കിട്ടും. ഒന്നുമില്ലായ്മ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലോ ബിസിനസ്. അതെ, നമുക്ക് 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 10% നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അത് 10 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ? അങ്ങനെ ചിന്തിക്കുക. നമ്മൾ വെറുതെ UK ദുരവസ്ഥ, എന്ത് ദുരവസ്ഥ, അവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആൾക്കാർ വന്നിട്ട് അവിടെ ഇങ്ങനെയാണ്. പിന്നെ വിസയ്ക്കൊക്കെ മാറ്റർ ഉണ്ടാവും. വിസയ്ക്ക് മാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമല്ലോ. പഠിച്ച് പാസ്സായി ജോലി വാങ്ങണം. ജോലി വാങ്ങിച്ചില്ലേ വിസ കിട്ടത്തില്ല. വിസ അത് നേരത്തെ ഇറങ്ങുന്ന കാര്യമല്ലേ. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വർക്കൗട്ട്, നല്ല ഫുഡ്, നല്ല ക്വാളിറ്റി ഹെൽത്ത് മെയിൻ്റനൻസ്, ആ പരിപാടിയൊക്കെ ഇപ്പൊ തുടങ്ങി. ആ പരിപാടി ബ്രോ ഏതോ റീൽ കണ്ടിട്ട് എന്നോട് ചോദിച്ചതാ. പരിപാടിക്കില്ല. വർക്കൗട്ട് ഉണ്ടായിരുന്നേ. വർക്കൗട്ട് ഇത്ര കലോറിയാണ് ഈ ഫുഡിന്, അങ്ങനെ ഉണ്ട്. ട്രെയിനറൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ബ്രോ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത്. കാരണം രാവിലെയൊക്കെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇത്ര കലോറി ഇൻടേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ലഘുവായിട്ട് കുറച്ച് കഴിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇനി ഒരു 6 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നത് ഇപ്പൊ എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഞാൻ തിരിച്ചു പോയിട്ട് ഞാൻ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അഡ്മിൻ, വയറ് കളയുന്ന ഒരു അഡ്മിൻ ആയിരിക്കും. ഡെവലപ്പ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. വിൽ ട്രൈ. അപ്പോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ബ്രോ. ഞാൻ വളരെ കുറച്ച്, എനിക്ക് മീൽസാണ് ഇഷ്ടം. ചോറാണ് എനിക്ക് ഇഷ്ടം. ചോറ് ആൻഡ് കഞ്ഞി ഈസ് മൈ ഫേവറേറ്റ്. അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് എന്ത് ജീവിതമാണ് കുറച്ച് അവിടെ എന്നാലും ആ ലുക്സ് കിട്ടിയ നല്ലതായിരുന്നു. ഞാൻ കുറച്ച് വേറെ സാക്രിഫൈസിങ് സ്കീമില്ല. ഇഫ് യു ഹാവ് ടു ഗെറ്റ് സംതിങ് യു ഹാവ് ടു സാക്രിഫൈസ് മോർ. അതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. കഞ്ഞിക്ക് എന്താ എപ്പോഴും കറി ഉണ്ടാവില്ല? അച്ചാർ കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞിക്ക് വേറെ എന്തെങ്കിലും വേണം.
അച്ചാർ നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറുണ്ട്. അച്ചാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കും. എനിക്ക് അങ്ങനെ ഞാൻ പറയാം മാസീവായിട്ട് എനിക്ക് ബീഫ് ഇത് ഓലത്തി ഇങ്ങനെ വേണം, അത് മറിച്ച് അങ്ങനെ വേണം, അങ്ങനൊന്നുമില്ല. അതിൽ ഈറ്റ് വാട്ട് എവർ കിട്ടുന്ന സാധനം കഴിക്കുക, മിണ്ടാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക. കുറ്റം പറഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കി തരും അവര്, തുപ്പിയിട്ട് തരും ഭക്ഷണത്തിൽ. വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നാലും മനസ്സങ്ങോട്ട് നിറയണം, അങ്ങനെ അൻവിന് തോന്നുന്നൊരു ഐറ്റം പറഞ്ഞു. മനസ്സെങ്ങനെ നിറയണമെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് ആയിരിക്കണം. ഇച്ചിരി ചോറ്, ഇച്ചിരി മോരുകറി, എന്റെ മനസ്സെ നിറച്ചു തരാം. ഒരു പപ്പടം, ഇച്ചിരി അച്ചാറ്, പറ്റുമെങ്കിൽ മീൻ വറുത്തത്. എന്ത് മീനായിരിക്കും? ഏത് മീനായാലും കുഴപ്പമില്ല. മീൻ എപ്പോഴും നല്ല ടേസ്റ്റിയാ, ഫ്രഷ് ആയിരിക്കണം കേട്ടോ. അത് മനസ്സ് നിറഞ്ഞോളൂ, അത് കഴിച്ചാൽ മതി. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന് എന്തൊരു ആവശ്യമുള്ളേ? ഇങ്ങനെ ലിവ് ചെയ്താൽ പോരെ? വെറുതെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി 5 സ്റ്റാർ സെറ്റപ്പിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സംതൃപ്തനായി എന്ന് പറഞ്ഞ് ഫോക്കും നൈഫൊക്കെ ഇങ്ങനെ വെക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. വീട്ടിൽ നല്ല നമ്മുടെ രീതിയിൽ നടക്കുന്നതാണ് അതിന്റെ ഒരു രസം. ഇൻസ്റ്റാഗ്രാമിലൂടെ അൻവിനെ ഞങ്ങൾക്ക് അറിയുന്നേ. ഇൻസ്റ്റാഗ്രാം ആളുകളുടെ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങി തോന്നിയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ആളുകൾ ജീവിക്കുന്നുണ്ട്. 2 രീതിയിലുണ്ട് കേട്ടോ. അതായത് എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ടിട്ട് കുറെ മെസ്സേജസ് ഒക്കെ എനിക്ക് അയച്ച ആൾക്കാരുണ്ട്. ബ്രോ ഇൻസ്പയർഡ് ആയി, അത് കേൾക്കുമ്പോൾ നല്ലൊരു സൈഡ് ഉണ്ട് അതിനുള്ളിൽ. ഇൻസ്പയർഡ് ആയിട്ട് അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും രക്ഷപ്പെടും. നമ്മളൊരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കുന്നത് എങ്ങനെയാ, ബ്രോ പ്ലീസ് ഈ ഒരു മൈൻഡ് സെറ്റ് കളയണ്ട, ഡെവലപ്പ് ചെയ്യും. കാരണം ഞാൻ കഴിഞ്ഞ വേറൊരു ഇന്റർവ്യൂവിൽ ഒരു ബിന്നിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒത്തിരി മെസ്സേജ് വന്നു എനിക്ക്, ആ ബിന്ന് വെച്ച് ബിസിനസ് ചെയ്യേണ്ട എങ്ങനെയാന്നുള്ളത്. ഈസി ബിസിനസ്സാ, അവരത് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാർ ഡിസ്കസ് ചെയ്തിരിക്കും. എക്സിക്യൂട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ കമ്പനി രജിസ്റ്റർ ചെയ്ത് പരിപാടി തുടങ്ങുന്നവരുണ്ടല്ലോ, അവർ രക്ഷപ്പെടും. അതാണ്, ആക്ഷൻ എടുക്കണം. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ പ്ലാനിങ് ഇല്ല എന്നുള്ളത്. പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്ന കാര്യം നമുക്ക് കൊച്ചി മെട്രോയിൽ അവിടെ പോയിട്ട് ആ തൂണിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നൊരു കാര്യമുണ്ടോ? പോയി പെയിന്റ് വാങ്ങിച്ച് പരിപാടി തുടങ്ങുക, എന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. ഒരു മൈൻഡ് സെറ്റ്. ഏറ്റവും അധികം മണ്ടത്തരായെന്ന് തോന്നിയിട്ടുള്ളൊരു ബിസിനസ് ഐഡിയയും ഏറ്റവും അധികം വർക്ക്ഔട്ട് ആയെന്ന് തോന്നിയിട്ടുള്ള ബിസിനസ് ഐഡിയ എന്താ? മണ്ടത്തരമായ ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മണ്ടത്തരം ഒരിക്കലും ആകത്തില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ലേ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. മണ്ടത്തരമായിട്ടുള്ള ലൈഫ് ഡിസിഷൻ ആ പെങ്കൊച്ചിനെ പ്രേമിച്ചെന്നുള്ളതായിരുന്നു. ഞാൻ അവളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്കറിയാം നീ ഇത് കാണുമെന്ന്, നീ ഇത് കാണണം. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് സന്തോഷം ബ്രോ. കുറെ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ട്. താങ്ക് യു വെരി മച്ച്. ഇനിയും കേരളത്തിലേക്ക് വരിക ആൻഡ് കീപ് ഇൻസ്പയറിംഗ് പീപ്പിൾ ത്രൂ ഇൻസ്റ്റാഗ്രാം. ഇനിയും ബിസിനസ് ഡെവലപ്പ് ആവട്ടെ, നമുക്കുണ്ടാവട്ടെ ഒരു ജെഫ് ബെസോസും ബിൽ ഗേറ്റ്സും ഒക്കെ. അതെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.